അമേരിക്കയുടെ F-35നും റഷ്യയുടെ Su-57നും ഒപ്പം നിൽക്കാൻ ഇനി ഇന്ത്യക്ക് സ്വന്തം എഞ്ചിൻ. ഫ്രഞ്ച് കമ്പനി സഫ്രാനുമായി ചേർന്നാണ് പുതിയ എഞ്ചിൻ ഇന്ത്യ വികസിപ്പിക്കുക. ഇന്ത്യയുടെ 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനത്തിനാണ് അമേരിക്കയുടെ F-35 എഞ്ചിനൊപ്പം കിടപിടിക്കുന്ന എഞ്ചിൻ ഒരുക്കുന്നത്. 61,000 കോടിയുടെ പദ്ധതിക്ക് പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിക്കഴിഞ്ഞു. സാങ്കേതിക വിദ്യാ കൈമാറ്റം അടക്കമാണ് കരാർ. മേക്ക് ഇൻ ഇന്ത്യയിലാണ് നിർമ്മാണം. സ്വന്തമായി നിർമ്മിക്കുന്ന അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് ആംക 2035 സേനയുടെ ഭാഗമാക്കുകയാണ് ഈ കരാറിലൂടെ ലക്ഷ്യമിടുന്നത്. 120 കിലോ ന്യൂട്ടൺ ട്രസ്റ്റ് എഞ്ചിനാണ് വേണ്ടത്. അമേരിക്കയുടെ F-35നും റഷ്യയുടെ Su-57നും ഇത്രയും ശക്തിയുള്ള എഞ്ചിനാണ്. തേജസ് മാർക്ക് 2ന് 120kN എഞ്ചിൻ നൽകാമെന്നും ഫ്രാൻസ് സമ്മതിച്ചിട്ടുണ്ട്. യുഎസിലെ GE കമ്പനിയുടെ എഞ്ചിനാണ് തേജസ് 1ലും മാർക്ക് 2ലും ഉപയോഗിക്കുന്നത്. 4-5 തലമുറ ഫൈറ്ററാണ് മാർക്ക് 2. UK കമ്പനിയായ റോൾസ് റോയ്സും പരിഗണനയിലുണ്ടായിരുന്നു. എന്നാൽ സാങ്കേതിക വിദ്യാ കൈമാറ്റത്തിന് അവർ തയ്യാറായിരുന്നില്ല. സമയക്രമം പാലിക്കുന്നതിലും അവരിൽ നിന്നും ഉറപ്പ് ലഭിച്ചില്ല.